നമ്മളിൽ പലർക്കും ഇല്ലാതെ പോകുന്ന ഒരു കാര്യമാണ് മറ്റുള്ളവർക്ക് വേണ്ടി വേദനിക്കുക അല്ലെങ്കിൽ സ്വാർത്ഥ താല്പര്യങ്ങൾ മുൻനിർത്തി പെരുമാറുക എന്നത്. ഇതിൽ നിന്നും എല്ലാം വ്യത്യസ്തമായിരുന്നു അഭിമന്യു. അഭിമന്യു ഓർമ്മയായിട്ട് ഇന്നേക്ക് 5 വർഷം തികയുകയാണ്. അവൻ വെറും ഒരു വിദ്യാർത്ഥി മാത്രമായിരുന്നില്ല. മറ്റുള്ളവരുടെ വേദനകളെ സ്വന്തം വേദനകളായി കണ്ട് അവർക്കൊപ്പം നിന്നവൻ. രാഷ്ട്രീയ ബോധം ഏറെയുണ്ടായിരുന്ന വിദ്യാർത്ഥി. അതിനുപരി വട്ടവട എന്ന ഗ്രാമത്തിൽ നിന്നും സയന്റിസ്റ്റ് ആകണം എന്ന ആഗ്രഹത്താൽ വന്നവൻ. പഠിത്തത്തിലും കലയിലും മികവ് പുലർത്തിയിരുന്നവൻ ഒരു കത്തിമുനയുടെ മുന്നിൽ ജീവൻ പൊലിയേണ്ടി വന്നു. മഹാരാജാസ് എന്ന ക്യാമ്പസിൽ ഇന്നും തീരാ നഷ്ടമായി മാറിയിരിക്കുകയാണ് അഭിമന്യു. 2018 ജൂലൈ 2 അഭിമന്യു കൊല്ലപ്പെടുന്നത്. SDPI ക്യാമ്പസ് ഫ്രണ്ടിന്റെ പ്രവർത്തകരായിരുന്നു കേസിലെ പ്രതികൾ. ഇപ്പോൾ അഭിമന്യുവിനെ കൊലപ്പെടുത്തിയ കേസിലെ രേഖകൾ സെഷൻ കോടതിയിൽ നിന്നും കാണാതാവുന്ന വാർത്തകളാണ് വരുന്നത്. ഇത് വലിയ രീതിയിൽ വിചാരണ അട്ടിമറിക്കാനുള്ള സാധ്യതകളെയാണ് ചൂണ്ടിക്കാണിക്കുന്നത്. പൂക്കോട് വെറ്റിനറി കോളേജിലെ സിദ്ധാർത്ഥിന്റെ ദുരൂഹ മരണം വ്യാപകമായിട്ട് കത്തിപ്പടരുന്ന ഒരു സാഹചര്യത്തിലാണ് അഭിമന്യുവിന്റെ ഈ ഒരു വാർത്ത ചർച്ചയാകുന്നത്. വാദങ്ങളെല്ലാം കഴിഞ്ഞ് വിചാരണ നടക്കാനിരിക്കുമ്പോൾ പ്രോസിക്യൂഷൻ ഹാജരാക്കിയ നിർണായക രേഖകൾ ഒന്നും കാണാനില്ല എന്ന് പറയുമ്പോൾ കേട്ടിരിക്കുന്നവർ മണ്ടന്മാരാണോ എന്നതാണ് ഞാൻ ചിന്തിക്കുന്നത്. ഇവിടെ നഷ്ടമായത് 11 സുപ്രധാന രേഖകൾ എന്ന് ആലോചിക്കണം. അന്വേഷണ പുരോഗതിയിൽ നിൽക്കുന്ന ഒരു കേസിന്റെ വളരെ പ്രധാനപ്പെട്ട രേഖകളാണ് ഇവിടെ നഷ്ടമായിരിക്കുന്നത്. നഷ്ടമായിരിക്കുന്നത് എന്താണ്? കുറ്റപത്രം, പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട്, മൊഴികൾ ഇവയൊന്നും കാണാനില്ലെന്ന് വളരെ ലാഘവത്തോടെ പറയുമ്പോൾ ഇതിന് പിന്നിലുള്ള കൈകൾ ആരുടെയാണ്? ഒരു കാര്യം ഓർക്കണം, അഭിമന്യുവിന്റെ കൊലപാതകത്തിലെ പല പ്രതികളെയും ഇപ്പോഴും അറസ്റ്റ് ചെയ്തിട്ടില്ല എന്നുള്ളത്. അവരിപ്പോഴും നമ്മുടെ ഇടയിൽ തന്നെയുണ്ട് എന്ന് പറഞ്ഞാൽ PFIയും CPMഉം തമ്മിൽ നല്ല ധാരണയായിട്ടുണ്ട്. വളരെ വ്യക്തമായി അറിയുന്ന ഒരു കാര്യമാണ്. അതുകൊണ്ട് തന്നെ ഇതുമായിട്ട് ബന്ധപ്പെട്ടവരുമായി ഗൂഢാലോചന നടത്തിയവരെ അറസ്റ്റ് ചെയ്തിട്ടില്ല. ഇപ്പോഴും അവരിപ്പോഴും ഒളിവിലാണ്. ഇത് തന്നെയായിരുന്നില്ലേ പ്രൊഫസർ TJ ജോസഫിന്റെ കൈ വെട്ടിയ കേസിൽ നടന്നത്? വർഷം ഏകദേശം 14 വർഷം കഴിഞ്ഞിട്ടും ഇപ്പോഴാണ് യഥാർത്ഥ പ്രതിയെ കണ്ടെത്തിയത്. അതും കണ്ടെത്തിയത് ആരാണ്? NIA. മഹാരാജാസിൽ നടന്നത് യഥാർത്ഥത്തിൽ ഭീകര പ്രവർത്തനമാണ്. അതിലൊരു സംശയമില്ല. അഭിമന്യു ഒരു ദളിത് വിദ്യാർത്ഥിയാണ്. അഭിമന്യുവിന്റെ മരണവുമായിട്ട് CPMന് യാതൊരു ബന്ധവുമില്ലായിരുന്നു. ശരി തന്നെ, ഒന്നും ബന്ധമില്ലായിരുന്നു. പക്ഷേ ഇന്ന് സ്ഥിതി അതല്ല. SDPIയെ സംരക്ഷിക്കുന്നത് CPM തന്നെയാണ്. അതുകൊണ്ടാണ് ഇത് അന്വേഷിച്ച പോലീസ് ഉദ്യോഗസ്ഥർ പറഞ്ഞിട്ടുള്ളത് എന്താണ്? CPM പാർട്ടി പലരുടെയും അറസ്റ്റ് തടഞ്ഞിട്ടുണ്ടായിരുന്നു എന്ന്. അഭിമന്യുവിന് വീട് വെച്ചു കൊടുക്കാമെന്ന് സർക്കാർ പറഞ്ഞിരുന്നു. സർക്കാർ അത് ചെയ്തു, ശരി തന്നെയാണ്. പക്ഷേ അതിനുവേണ്ടി വലിയൊരു എമൗണ്ട് പിരിച്ചു. പേര് എന്നിട്ടൊരു വീട് വെച്ചു കൊടുക്കുകയും ചെയ്തു. ബാക്കി പണം എവിടെ? ബാക്കി പണം പാർട്ടി മുക്കുകയും ചെയ്തു. ഇതാണ് യാഥാർത്ഥ്യം. ഇവിടെ പൂർണ്ണമായും മനസ്സിലാക്കേണ്ടത് അഭിമന്യുവിന്റെ കേസിൽ CPM മുതലെടുത്തു എന്ന് തന്നെ പറയാം. ഇവിടെ രേഖകൾ എങ്ങനെ നഷ്ടപ്പെട്ടു എന്ന് വ്യക്തമായിട്ട് അറിയാം. വീണ്ടും രേഖകൾ തയ്യാറാക്കണം എന്നുള്ള നിർദ്ദേശമാണ് ഇപ്പോൾ വന്നിരിക്കുന്നത്. ഒരു ജീവന്റെ വിലയ്ക്ക് ഇത്രയുള്ളൂ വില. 5 വർഷം മുൻപ് അഭിമന്യു മരണപ്പെടുമ്പോൾ ഇങ്ങനെ ആയിരുന്നില്ല സർക്കാരിന്റെ വാദം. പ്രതികളെ എത്രയും പെട്ടെന്ന് കണ്ടെത്തുകയും ശിക്ഷിക്കുകയും ചെയ്യുമെന്ന് പറഞ്ഞിരുന്നു. എന്നിട്ട് എവിടെ? അഭിമന്യുവിന് ഇതുവരെ നീതി ലഭിച്ചിട്ടില്ല. തുടക്കം മുതലേ നമ്മൾ കേൾക്കുന്നതാണ് സർക്കാരിനും പോലീസിനും ആത്മാർത്ഥത ഇല്ലെന്നുള്ള കാര്യം. ഒന്ന് ആലോചിക്കണം, മോഷണം പോയിരിക്കുന്നത് നീതിപീഠത്തിൽ നിന്നുമാണ്. രേഖകൾ തനിയിറങ്ങി പോവുകയൊന്നുമില്ല. ഇതിനു പിന്നിൽ പ്രവർത്തിച്ചത് ആരെന്നുള്ള വ്യക്തത സർക്കാരിനും പോലീസിനുമുണ്ട്. ഇവിടെ PFIയെ അതായത് നിരോധിച്ച ഒരു തീവ്രവാദ സംഘടനയാണെന്ന് ഓർക്കണം. അവരെ സംരക്ഷിക്കുകയല്ലേ ഇവിടെ യഥാർത്ഥത്തിൽ സർക്കാർ ചെയ്യുന്നത്. തിരഞ്ഞെടുപ്പ് അടുത്തിരിക്കുമ്പോൾ സർക്കാരിൽ നിന്നുള്ള ഇത്തരത്തിലുള്ള വീഴ്ച ഒരു പാർട്ടിയോടുള്ള വിശ്വാസ്യതയെ വീണ്ടും ഇവിടെ ഇല്ലാതാക്കുകയാണ് ചെയ്യുന്നത്. ഇവിടെ ഒന്ന് ഓർക്കണം, നിരോധിക്കപ്പെട്ട പോപ്പുലർ ഫണ്ടിന്റെ അണികൾ മാത്രമുള്ളൂ ജയിലിൽ. ബാക്കി പ്രവർത്തകരെല്ലാം പുറത്താണ്. ഗവൺമെന്റിന്റെ ഇടയിലുണ്ട് അവര്, അതുപോലെ പോലീസിന്റെ ഇടയിലുണ്ട് അവര്, കോടതിയിലുണ്ട്. അല്ലെങ്കിൽ ഈ ഫയൽ അടിച്ചു മാറ്റില്ലല്ലോ.
പിന്നെ മറ്റൊരു കാര്യവും കൂടിയുണ്ട്. പോപ്പുലർ ഫണ്ടിന്റെ നിരോധനത്തിന് ശേഷം ഇതിന്റെ പല പ്രവർത്തകരും CPM-ലേക്കും അതുപോലെ കോൺഗ്രസിലേക്കും ചേക്കേറിയിട്ടുണ്ടെന്നുള്ളത്. എന്ന് പറഞ്ഞാൽ പല മണ്ഡലങ്ങളിലും പല പഞ്ചായത്തുകളിലും CPM-ഉം SDPI-യും തമ്മിൽ നല്ല ധാരണയുണ്ട്. വോട്ടുകൾ മാറി ജയിപ്പിക്കുക, അതാണ് അവരുടെ ലക്ഷ്യം, അതാണ് അവരുടെ ബന്ധത്തിന് കാരണം. അതൊക്കെ എല്ലാവർക്കും അറിയുന്നതുമാണ്. സ്വന്തം പാർട്ടിയുള്ള വിദ്യാർത്ഥി ആയതുകൊണ്ട് തന്നെ അഭിമന്യുവിന്റെ മരണത്തിന് അല്ലെങ്കിൽ വിചാരണ നീളുന്നതിന്റെ രേഖകൾ നഷ്ടമായതിനു പിന്നിലും CPM-ന് കൈകൾ ഇല്ല എന്ന് ആരും കരുതണ്ട. അങ്ങനെ ജനം വിശ്വസിക്കുകയുമില്ല. അല്ലെങ്കിൽ സ്വന്തം പാർട്ടിയുടെ വിദ്യാർത്ഥി ആയതിനാൽ അതിവേഗത കോടതിക്ക് ഇത് ഏറ്റെടുക്കാം, ശിക്ഷിക്കാം. ഇവിടെ സംഭവം നടന്നിട്ട് 5 വർഷം തികയുകയാണ്. അഭിമന്യു മരിക്കുന്ന സമയത്ത് ഭരിച്ചവർ തന്നെയാണ് ഇന്നും ഭരിക്കുന്നത്, അതോർക്കണം. ഭരണമൊന്നും മാറിയിട്ടില്ല. എന്നിട്ട് ഇപ്പോൾ വിചാരണ നടക്കാൻ അടുത്തിരിക്കുമ്പോൾ രേഖകൾ നഷ്ടമായെന്ന് പറയുമ്പോൾ കേൾക്കുന്നവർ അത് അതുപോലെ വിഴുങ്ങുമെന്ന് കരുതണ്ട. അധികാരികളൊന്നും ഓർക്കണം, അഭിമന്യു യഥാർത്ഥ കമ്മ്യൂണിസ്റ്റുകാരനായിരുന്നു. കോളേജിൽ നിന്ന് പൊട്ടിമുളച്ചതല്ല അവന്റെ കമ്മ്യൂണിസം. വളരെ സാധാരണക്കാരനായ വ്യക്തി, കഷ്ടപ്പാട് എന്തെന്ന് അറിഞ്ഞു വളർന്നവൻ, യഥാർത്ഥ വിയർപ്പും അധ്വാനവും എന്താണെന്ന് അറിഞ്ഞു വളർന്നവൻ, പാവപ്പെട്ടവർക്ക് വേണ്ടി നിലകൊണ്ടവൻ, ഒരു വീടിന്റെ പ്രതീക്ഷയായിരുന്നു അവനായിരുന്നു യഥാർത്ഥ കമ്മ്യൂണിസ്റ്റുകാരൻ. ഒരു യഥാർത്ഥ കമ്മ്യൂണിസ്റ്റുകാരനെയാണ് ഇന്ന് ഇല്ലാതാക്കിയത്. എന്നിട്ടും കമ്മ്യൂണിസ്റ്റ് പാർട്ടി അവന് വേണ്ടി ഒന്നും ചെയ്തിട്ടില്ല. അങ്ങനെയെങ്കിൽ അവന്റെ മരണത്തിന് പൂർണ്ണ ഉത്തരവാദികളും CPM തന്നെയാണ്. എങ്കിൽ ഈ രേഖകൾ നഷ്ടപ്പെട്ടതിന് പിന്നിലും CPM-ന് നല്ല കൈകളുണ്ട് താനും.